ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ സൂസനും മക്കളും ഐസക്കും സക്രയും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൊച്ചേ, നീ എന്താ ഇങ്ങനെ നുള്ളി പെറുക്കിയിരിക്കുന്നേ? കോളേജിൽ പോകാനുള്ളതല്ലേ, പെട്ടെന്ന് കഴിക്ക്. അത് എനിക്ക് വേണ്ട വല്യമ്മച്ചി, ഞാൻ കോളേജിൽ പോകുന്നില്ല. അതെന്താ, എഡിൻ ഹോസ്പിറ്റലിലായതിൻ്റെ സങ്കടമാണോ? അരുണ ചോദിച്ചു. ഇച്ചായൻ ഇതേവരെ വന്നില്ലല്ലോ എനിക്ക് കാണാൻ. അവൾ സങ്കടത്തോടെ തല താഴ്ത്തി. എൻ്റെ മോളെ, അവന് കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ബ്ലഡ് കൊടുത്തു എന്ന് വെച്ച് ക്ഷീണിക്കുന്ന ആളൊന്നും അല്ലത്. നീരജയും മേരിക്കുട്ടിയും സാരി ചുറ്റി റെഡിയായി നിൽക്കുവാണ്. ആൻറ്റിയും മേരിയമ്മയും എവിടെ പോവാ? അത് കൊച്ചേ, ചെക്കനെ കാണണ്ടേ. വല്യമ്മച്ചിയും പോകുന്നുണ്ടോ? ഞാനും വരട്ടെ. ആരെ കാണാൻ അനിഷ? എഡിനെയോ അതോ നിന്റെ ജിമ്മനെയോ? അരുണ കളിയാക്കിയതും അവൾ ചിരിച്ചു. ചിരിക്കണ്ട, നിന്റെ ഇച്ചായം വിളിച്ചിരുന്നു. ഹരിസാറ് ഇപ്പം വരും, ക്ലാസ് മിസ് ചെയ്യണ്ട. ഡെന്നി ഈവനിങ് കോളേജിൽ വരുമെന്ന് പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ തല കുലുക്കി. നിഷമോളെ, എന്താ ഒന്നും മിണ്ടാത്തേ? എന്തു പറ്റി? ഒന്നുമില്ല ഹരിയേട്ടാ. അവൻ ബുള്ളറ്റ് സൈഡ് ഒതുക്കി. ഇറങ്ങ നിഷാനി. രണ്ടുപേരും ആളൊഴിഞ്ഞ് വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി. ഹരിയേട്ടനോട് ഒന്നും മറയ്ക്കാത്ത ആളാണ്, പക്ഷെ ഇപ്പോൾ ഒഴിഞ്ഞു മാറുക. നിഷ കണ്ണുകൾ നിറച്ച് അവൻ അടുത്തേക്ക് ചേർന്നിരുന്നു. വലം കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ വഴക്കു പറയോ? എന്തിന്? കാര്യം പറയൂ കുട്ടി. എനിക്കൊരാളെ ഇഷ്ടം. ഹരി ഞെട്ടലോടെ അവളുടെ താഴ്ന്ന മുഖം പിടിച്ചുയർത്തി. നീ കുഞ്ഞല്ലേ മോളെ? അല്ല, ആളാരാ? അത് ഡെന്നിച്ചായൻ. ഡെന്നീസിന് നിന്നെ ഇഷ്ടമാണോ? ഇച്ചായന് ഞാനെന്നാൽ ജീവനാ. ആനിന്നാ വിളിക്കുക. പിന്നെ എഡിനെ അടിച്ചതും ഇച്ചായനാ. ഇന്നലെ അവൻ എന്നെ. നിഷ പറയുന്നത് ഒരു പേടിയോടെയാണ് ഹരി കേട്ടിരുന്നത്. പ്ലീസ് ഹരിയേട്ടാ, എനിക്ക് എൻ്റെ ഇച്ചായനെ കാണണം. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? പെട്ടെന്ന് തിരികെ പോകാം. അതിന് അവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ. എനിക്ക് പറ്റില്ല. വല്ലാത്ത പേടി പോലെ. എഡിനെ ഹരിയേട്ടനെ അറിയില്ലേ? ഒന്ന് കിട്ടിയാൽ അവൻ 10 തിരികെ കൊടുക്കും. വേണ്ടാന്ന് പറഞ്ഞിരുന്നേൽ പോവില്ലായിരുന്നു. ഞാൻ കാരണം എൻ്റെ ഇച്ചായൻ എന്തേലും ഒന്ന് കണ്ടാൽ മാത്രം മതി. അവൾ വിതുമ്പലോടെ കരച്ചിൽ അടക്കി പിടിച്ചു. ഹരി ഒരു നെടുവീർപ്പോടെ എഴുന്നേറ്റ് ബുള്ളറ്റിലേക്ക് കയറി. വാ, ഞാൻ കൊണ്ടുപോകാം. എനിക്കും ഡെന്നിയെ കാണണം. ഈശ്വര, മുംബൈയിൽ വളർന്ന പയ്യനാ. സ്വഭാവം എന്താണെന്നറിയില്ല. അരുണ അവൻ്റെ ലവറല്ലേ? ചോദിക്കണം. എൻ്റെ കുഞ്ഞ് ഇനി ഒന്നിൻ്റെ പേരിലും കരയാൻ പാടില്ല. ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി നടക്കുമ്പോൾ നിഷ ചിരിയോടെ നിന്നു. എന്താ നിഷ? ദേ ഇച്ചായൻ്റെ കാറ്. അവളിലെ സന്തോഷമാണ് ഹരിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയത്. എന്നാലും ആരാ നിന്നെ ഇങ്ങനെ ആക്കിയത്? നീ മുഖം കണ്ടില്ലയോടാ? വല്യമ്മച്ചി എഡിനടുത്തായി ഒരു സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. അവൻ വേദന കടിച്ചമർത്തി തലകുലുക്കി. എടാ സക്രി, എൻ്റെ കൊച്ചിനെ ഈ വിധത്തിലാക്കിയത് ആരായാലും കണ്ടുപിടിക്കണം. അടുത്ത റൂമിൽ അവനും ബെഡ് വേണം. അയ്യോ എൻ്റെ പൊന്നുമോൻ, സൂസൻ ദേഷ്യത്തിൽ പറയുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ദേ മോളെ നിഷ, ഇതാണ് റൂം. രണ്ടുപേരും അകത്തേക്ക് കയറി. നീ കോളേജിൽ പോയില്ലേ കൊച്ചേ? ഇവിടെ വന്നിട്ട് പോകാമെന്ന് കരുതി വല്യമ്മച്ചി. കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല. ഹരിയേട്ടൻ സാറിനെ കണ്ട് സംസാരിക്കും. നിഷ എഡിനെ നോക്കിയതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. ഒരു കാലും കൈയും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ചുണ്ട് പൊട്ടി നീളിച്ചു കിടക്കുന്നു. മുഖം മൊത്തം നീരുകൊണ്ട് വീങ്ങി. അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഡെന്നി വീട്ടിൽ പോയോ വല്യമ്മച്ചി? ഇല്ല ഹരി, ഡോക്ടർ വിളിച്ചു, അങ്ങനെ പോയതാ. ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹരിയേട്ടാ, ഇച്ചായൻ വന്നിട്ട് പോകാം. ചത്തോ ഉണ്ടോന്ന് നോക്കാനല്ലേ വന്നത്? കണ്ടല്ലോ, ഇപ്പോൾ നിനക്ക് സന്തോഷമായി കാണും അല്ലേടി? നീ ആയിരിക്കും ഇത് ചെയ്യിപ്പിച്ചത്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. പൊയ്ക്കോ രണ്ടും. കാഴ്ച കാണാൻ വന്നിരിക്കുന്നു. സൂസൻ കലിയോടെ ഉറഞ്ഞു തുള്ളി. നിനക്ക് എന്താ സൂസൻ? പുറത്തിറങ്ങി ആരോടും മിണ്ടാത്ത കൊച്ചാ അത്. ഇവനെ പെരുമാറിയത് നല്ല അടവുകൾ അറിയാവുന്ന ഏതോ ഒരു കൊച്ചനാണ്. നിന്റെ മോൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, സൂക്ഷിച്ചോ. കൊട്ടേഷൻ ഏതു വഴി വരുമെന്ന് അറിയാൻ പറ്റില്ല. നിനക്കും കിട്ടും. ഓ, അപ്പോ എൻ്റെ അമ്മച്ചിക്ക് അറിയാം അവനെ. കൊച്ചനത്രേ. ഏവനവൻ? വല്യമ്മച്ചി നാവു കടിച്ചു. കർത്താവെ, ചതിച്ചല്ലോ. നീ ഒന്ന് പോടി. അറിയാതെ വായിൽ നിന്ന് വീണതിൽ പിടിച്ചു കയറിക്കോ. മക്കളെ, നിങ്ങൾ പോകാൻ നോക്ക്. ഞാനും ഇറങ്ങുക. ഇനി ഇവിടെ നിന്നാൽ അടിച്ചത് ഞാനാണെന്ന് പറയും. വയസ്സുകാലത്ത് ഒന്നിനും വയ്യ. നിഷയും ഹരിയും പുറത്തേക്ക് ഇറങ്ങി.
ഡെന്നിച്ചൻ അകലെ നിന്നും നടന്നു വരുന്നവനെ ഒരു മിന്നായം പോലെ കണ്ടതും അവൾ ഓടി. ഏയ് പതിയെ ഓട് പെണ്ണേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇച്ചാ. എന്ത്, നിന്റെ ചെക്കൻ സ്ട്രോങ് അല്ലേടി? പരിസരം മറന്ന് അവളെ വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തു. എന്താ പൊന്ന, കോളേജിൽ പോയില്ലേ? എന്തേ രാവിലെ വരാഞ്ഞ്? കാണാതെ വിഷമിച്ചു. സോറി ആനി, ഇപ്പോഴാ അവനെ റൂമിലേക്ക് മാറ്റിയത്. ഇച്ചാ ഇന്നെനിക്ക് തന്നില്ലല്ലോ. എത്ര വേണോ തരാം, വീട്ടിൽ പോട്ടെ, ഇവിടെ എല്ലാവരും കാണും. ചിരിയോടെ മുന്നിലേക്ക് നോക്കിയതും ഹരി ചുവരിൽ ചാരി നിൽപ്പുണ്ട്. ഡെന്നി നടത്തം നിർത്തി. ഹനി, ഹരി, ഞാൻ പറഞ്ഞു വെച്ചാ ഡോക്ടറെ കാണാൻ പോയതാ. നട്ടലിന് പൊട്ടലുണ്ട് ഹരി, ഒരു സർജറി വേണം. കുറച്ചുനാള് ഈ കിടപ്പായിരിക്കും. ഹരി കടുപ്പത്തിൽ മൂളി. ആനി, ജ്യൂസ് കുടിച്ചാലോ? ആ, ഞാൻ റെഡിയാ. അവൾ മുന്നേ നടന്നു, ഹരിയും ഡെന്നിയും പിന്നാലെയും. ഒരു പൈനാപ്പിൾ ജ്യൂസ് മുന്നിൽ വന്നതും നിഷ രണ്ടുപേരെയും നോക്കി. നിങ്ങൾക്ക് വേണ്ടേ? ഏയ് വേണ്ട, ആനി കുടിക്ക്. ഞങ്ങൾ ദേ കോറിഡോറിലുണ്ടാവും, അങ്ങോട്ട് വന്നാൽ മതി. എന്താ ഹരി, എന്തു പറ്റി? മുഖത്തൊരു വാട്ടം. പ്ലീസ് ഡെന്നി, അതിനെ മോഹം കൊടുത്ത് വേദനിപ്പിക്കരുത്, തകർന്നു പോകും. ഹരി, താനെന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് വിട്ടേക്ക്. ആ പാവത്തിന് ഉള്ള സങ്കടങ്ങൾ തന്നെ ആവശ്യത്തിലധികമുണ്ട്. അതിനിടയ്ക്ക് താനും കൂടി. മുംബൈയിൽ ആർഭാടമായ ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് എല്ലാം ഒരു തമാശയാ. അവള് കുഞ്ഞാ, ഒരു പൊട്ടിപ്പെണ്ണ്, സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് ചായുന്ന പ്രായം. ഹരി അവൻ്റെ കയ്യിൽ പിടിച്ചു. ഡെന്നി സാമുവൽ ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുംബൈയിലും. അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും എൻ്റെ പെണ്ണായി. തനിക്കെന്നെ വിശ്വസിക്കാം, വിശ്വസിക്കാതെയും ഇരിക്കാം, ഗൗരവത്തിൽ പറഞ്ഞു. ഹിച്ചായ? രണ്ടുപേരും തിരിഞ്ഞു നോക്കി. കുട്ടിത്തം വിട്ടുമാറാതെ കുറുമ്പോടെ ചിരിക്കുവാണവൾ. ആ ജ്യൂസ് ഇത്ര പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞ പൊന്ന? ഇന്ന് ഫുഡ് കഴിച്ചില്ല അല്ലേ? നിഷ ചുമൽ കുലുക്കി. എന്താ കഴിക്കാത്തെ? ഡെന്നി അവളുടെ ചെവിയിൽ പിടിച്ചു. ഇന്നലെ നൈറ്റ് ഇച്ചായൻ പോയതല്ലേ, പിന്നെ തിരികെ വന്നില്ലല്ലോ. എന്നും രാവിലെ കാണുന്നതാ, ഇന്ന് കണ്ടതുമില്ല, പേടിച്ചു പോയി. അച്ചോടാ, ഡെന്നിച്ചൻ അവൻ്റെ അടി വാങ്ങിക്കൂട്ടുമെന്ന് നീ കരുതിയൊടി കുറുമ്പി. അവൾ അവൻ്റെ കൈക്കുള്ളിൽ ചേരുന്നു, ചുറ്റിപ്പിടിക്കുന്നു. നിഷയുടെ ആ നേരത്തെ ഭാവം ആദ്യമായി കാണുവാണ് ഹരി. ഡെന്നിയുടെ മുഖത്ത് വാത്സല്യം മാത്രം. രണ്ടുപേരെയും നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു. താങ്ക്സ് ഇച്ചായ, പക്ഷേ ഇത്രയും വേണ്ടിയിരുന്നില്ല. എൻ്റെ ആനിയെ വേദനിപ്പിച്ച ഓരോന്നും ഇതുപോലെ കിടക്കും. ശുദ്ധികലശം കഴിഞ്ഞ് ഞങ്ങളുടെ മിന്നുകെട്ടാണ് ഹരി. തന്നെയാ ആദ്യം ക്ഷണിക്കുന്നത്. ഏട്ടൻ്റെ സ്ഥാനത്ത് ഉണ്ടാവണം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ ഹരിയേട്ട കരയുന്നേ? സന്തോഷം കൊണ്ട്. രണ്ടുപേരും ബുള്ളറ്റിൽ കയറി. ഇച്ചായ ബൈ, ഈവനിങ് വരില്ലേ? അറിയില്ല പൊന്ന, ഞാനില്ലേൽ ഹരി വരും. അവൾ ചുണ്ട് ചുളുക്കി. ദേ ഹരി, നിന്റെ പെങ്ങളെ കൊണ്ടുപോയിക്കോ. പരിസരബോധം എനിക്ക് തീരെയില്ല. ആങ്ങള അടുത്തുണ്ടെന്ന് ഞാൻ നോക്കുകയല്ല. അരുണ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു. മറിയാമ്മയെ കുറച്ചു നേരത്തേക്ക് ഇവിടെ നിന്ന് മാറ്റണം. എന്താ ഇപ്പോൾ ചെയ്യുക? കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധൃതിയിൽ ഉച്ചയൂണിനുള്ളത് തയ്യാറാക്കുന്നുണ്ട്. അമ്മ, ഇത്തിരി ചൂടുവെള്ളം വേണം. അവൾ വയറിൽ പൊത്തിപ്പിടിച്ചു. എന്താ കുഞ്ഞെ, വയറുവേദനയാണോ? ഹാ, പീരീഡ്സ്. ഈ മാസം നേരത്തെ. എൻ്റെ കയ്യിലാണേ നാപ്കിൻ ഇല്ല. ഷോപ്പ് ഇവിടെ അടുത്തുണ്ടോ? കാറില്ലല്ലോ, പതിയെ നടന്നു പോകാം. എന്തൊരു വേദനയാ. എൻ്റെ മോളെ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. വയ്യാതെ നടന്നു പോകണ്ട, തല ചുറ്റി വീണാലോ. മറിയാമ്മ പോയതും അരുണ ഡോറുകളെല്ലാം ലോക്കിട്ടു. ഓരോ റൂമിലും കയറി ഇറങ്ങി. കുഞ്ഞെ, എന്തു പറ്റി? വിയർത്ത് കുളിച്ചല്ലോ, ശരീരം തളരുന്നുണ്ടോ? കയ്യിലിരുന്ന പാക്കറ്റ് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. ഒന്നുമില്ല മറിയാമ്മച്ചി. അവരുടെ കവളിൽ പിച്ചിക്കൊണ്ട് സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഇതെന്ത്? വയ്യാന്ന് പറഞ്ഞ ആളാണോ ഓടിയത്? കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് നടന്നു. നിഷ, എന്താ ഡോക്ടർ വരാത്തെ? ഇച്ചായന് തിരക്ക. ഹരിയേട്ടൻ വരും. ആ, ദേ വന്നു, ഞാൻ പോവാ. ഹരി അവളെ നോക്കി ചിരിച്ചു. നിഷമോളെ, ഇച്ചായൻ വരാത്തത് കൊണ്ട് പിണക്കാണോ? അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് ഡെന്നിയെ? അവൾ ഒന്നും മിണ്ടിയതേയില്ല. നിഷാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ പോർച്ചിൽ ഒരു ബുള്ളറ്റ്. ആരായിരിക്കും? സംശയത്തോടെ അകത്തേക്ക് കയറി. കിച്ചണിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ചിരി കേൾക്കാം. അമ്മയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. താനെന്താ ഇവിടെ? അരുണ കിച്ചൺ സ്ലാബിന് പുറത്തു നിന്നും ചാടി താഴേക്ക് ഇറങ്ങി. എന്താ, എനിക്കിവിടെ വന്നൂടെ? നിനക്കെന്താ ഹരി, വിവരമില്ലേ?
വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ദേവിയമ്മ ദേഷ്യപ്പെട്ടതും ഹരിയുടെ തല താഴ്ന്നു തിരിഞ്ഞ് റൂമിലേക്ക് കയറി. വേണ്ടായിരുന്നു അമ്മ, പാവം വിഷമമായി കാണും. അതൊന്നും സാരമില്ല മോള്, ഈ ഉണ്ണിയപ്പവും ചായയും കഴിക്ക്. അവൾ ഒരു കപ്പ് ചായ എടുത്തു. ഇത് ഹരിസാറിന് കൊടുത്തിട്ട് വരാം. ദേവിയമ്മ തലകുലുക്കി. പുള്ളിക്കാരൻ റൂമിൽ കയറുന്നതിന് വഴക്കു പറയൂ. എൻ്റെ കുട്ടി, അവന് ദേഷ്യമൊന്ന് പറയുന്ന സാധനമില്ല. ആള് സൈലൻ്റാ. എൻ്റെ കുഞ്ഞിനെ കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യം, ആ ഭാഗ്യവതി ഞാനാ. ഉറക്കെ പറയണം എന്നുണ്ട്, പക്ഷെ വേണ്ട. വാതിൽ പകുതി തുറന്ന് കിടക്കുന്നു. അകത്തേക്ക് വരാവോ? ഹാ വായോ. അരുണ, പണി തുടങ്ങിക്കോ. ചെക്കനെ ചാക്കിലാക്കണം. ഇത്തിരി പാടാ, എന്നാലും ഞാൻ പിന്മാറില്ല. ഹരി മിററിന് മുന്നിൽ നിന്ന് മുടി ചീകി ഒതുക്കുന്നുണ്ട്. ചായ ദേവിയമ്മ തന്നതാ. അവൻ ചിരിച്ചു. ഉഫ്, എൻ്റെ ഭഗവാനെ, നീ എന്നെ ഒന്ന് പിടിച്ചോ. ഇല്ലിൽ ഞാൻ ഇവനെ. തൻ്റെ ബുള്ളറ്റാണോ പുറത്തിരിക്കുന്നത്? ഞാൻ അതിലാ വന്നത്, പക്ഷേ എൻ്റെ അല്ല, എഡിൻ്റെയാ. അവൻ ബെഡിലല്ലേ. ഇനിയിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞല്ലേ നടക്കാൻ പോലും പറ്റൂ. കഷ്ടം തന്നെ, ദൈവത്തിൻ്റെ ഓരോ കളികളെ. ആ, അത് ഇന്നലെ എനിക്ക് മനസ്സിലായി. അവൻ ചായയുമായി ഹാളിലേക്ക് ഇറങ്ങി. എന്ത്? അവന് പിന്നാലെ വന്നുകൊണ്ട് അരുണ ചോദിച്ചു. ഇന്നലെ ഈ ദൈവമല്ലേ അവനെ ട്രാപ്പിലാക്കിയത്? എന്നിട്ട് കാലൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അവനാണിൽ ചെക്കനെ കടിച്ചു കുടഞ്ഞു. ഹരിയുടെ ചിരിയിൽ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ഇഷ്ടം പറയാൻ ഉള്ളം കൊതിച്ചു. എന്താ മക്കളെ, ആ കുട്ടിയെ ആരാ ഉപദ്രവിച്ചത്? ദേവിയമ്മയും അവർക്ക് ഒപ്പം കൂടി. ഹരി നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞു. എൻ്റെ മോളെ ഉപദ്രവിക്കുന്നവനാ. കുറച്ചു നാള് ആ കിടപ്പ് കിടക്കട്ടെ. അല്ലേലും ആ ചെക്കന് പെൺപിള്ളേരെ കാണുമ്പോൾ ഒരു ഇളക്കമുണ്ട്. ഇതോടുകൂടി മാറും. ശരി ദേവിയമ്മേ, ഞാൻ പോവാ. ഡ്രസ്സ് തയ്ച്ചിട്ട് വിളിച്ചാൽ മതി, വരാം. അവൾ പോകാനിറങ്ങി. അരുണ, തനിച്ചു പോവോ അതോ ഞാൻ വരണോ? ഇരുട്ട് വീണ് തുടങ്ങിയില്ലേ? ചെറിയ പേടിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ബുള്ളറ്റ് ഇവിടെ ഇരിക്കട്ടെ, നാളെ വന്ന് എടുക്കാം. നടന്നു പോകാം. ഹരിസാറിന് വിരോധമുണ്ടോ? അവൻ മുണ്ട് മടക്കി ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അമ്മ, ആ ടോർച്ചിങ് എടുക്ക്. തിരികെ വരുമ്പോൾ പാലും മേടിച്ചിട്ട് വരാം. രണ്ടുപേരും ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ദേവിയമ്മ വലിയ വായിൽ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇത്രയും വലിയ മന്ദബുദ്ധിയാണല്ലോ എൻ്റെ മകൻ. ഇങ്ങനെ ഒരു ചെക്കൻ. പിന്നിൽ ഒരു നിഴലനക്കം. കരിയില ഞെരിഞ്ഞ് അമരുന്നത് പോലെ. ഹരിസാറേ, എന്താടോ, പേടിയാണോ? ആ, പെൺപിള്ളേരല്ലേ, പേടി സ്വാഭാവികം. പതിയെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഹരി തല താഴ്ത്തി നോക്കി. പേടിച്ചിട്ടാ മാഷേ? താനും ഡെന്നിയും ഫ്രണ്ട്സാണോ അതോ? അരുണ പെട്ടെന്ന് നിന്നു. അവൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. എടോ, അറിയാൻ വേണ്ടി. ഓ, സാരമില്ല, എല്ലാവരും ചോദിക്കാറുണ്ട്. കാഴ്ചക്കാരെ തെറ്റു പറയാനും പറ്റില്ല. പഠിച്ചത് ഒരു കോളേജിൽ, വളർന്നത് അവനൊപ്പം. എന്തിനും ഒരുമിച്ച് കാണും. അതാണ് ഞങ്ങൾ. ഫ്രണ്ട്സ് എന്നോ മറ്റെന്ത് വേണേലും വിളിക്കാം. പക്ഷേ ഞങ്ങളുടെ ബന്ധത്തെ കൊച്ചാക്കരുത്. അവൾ ധൃതിയിൽ നടന്നു. അരുണ, സോറി, പിണങ്ങിയോ? മനസ്സിലാകുന്നുണ്ട് മോനെ, എന്നെ ഇഷ്ടമാണല്ലേ. അല്ലേലും അരുണയെ ഹരിക്ക് ഇഷ്ടാവും. അല്ല, ഹരിസാറിന് സംശയം തോന്നാൻ എന്താ കാരണം? അത് ഡെന്നിക്ക് നിഷയെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നിപ്പോയതാ. അരുണ ദേഷ്യത്തിൽ അവനെ അടിമുടി നോക്കി. മരവാഴ. എന്താ, താൻ എന്തേലും പറഞ്ഞോ? ഒന്നുമില്ല എൻ്റെ ഹരിസാറേ. ശരിയടോ, വീടെത്തി. ഹരി പറയുമ്പോഴാണ് അവൾ മുന്നിലേക്ക് നോക്കിയത്. പതിയെ ഗേറ്റ് തുറന്നു. ഹരി തിരികെ നടന്നു. കൂടെ വിളിക്കാമായിരുന്നില്ലേ ഹരി? എന്തു പറ്റി മോളെ? കോളേജിൽ നിന്ന് വന്ന പാടെ കിടന്നതാണല്ലോ, നീരജ ചോദിച്ചു. അത് ചെറിയ തലവേദന, ഒന്ന് ഉറങ്ങിയപ്പോൾ മാറി. രാത്രി അത്താഴം കഴിക്കാനും ഡെന്നിയെ കണ്ടില്ല. വല്യമ്മച്ചി, ഇച്ചായൻ ഇന്നും വരില്ലേ? കൊച്ചൻ വന്നല്ലോ, മോൾ അറിഞ്ഞില്ലേ? എങ്ങനെ അറിയാനാ? പുള്ളിക്കാരി ഇന്നലെ ഉറങ്ങിയില്ല. ആ ഉറക്കം ഇപ്പൊ തീർത്തു, അരുണ പറഞ്ഞു. ഇച്ചായൻ എന്താ ചേച്ചി കഴിക്കാൻ വരാത്തെ? എന്നെ ആരും ശല്യം ചെയ്യരുത് എന്ന് എടുത്തു പറഞ്ഞ് റൂമിലേക്ക് കയറിയതാ നിഷ. ഇന്നലെ മുതലുള്ള അലച്ചിലല്ലേ, നല്ല ക്ഷീണം കാണും. മൈൻഡും ഓക്കെ ആയിരിക്കില്ല. അതിനിടയിൽ നമ്മൾ ചെന്നാൽ തൂക്കിയെടുത്ത് പുറത്തെറിയും. ഒരു ചപ്പാത്തിയുടെ പകുതി കഴിച്ച് നിഷ എഴുന്നേറ്റു. എന്താ, നിനക്കും കൊച്ചനെ പോലെ വിശപ്പില്ലേ? അവൾ ആരെയും ശ്രദ്ധിക്കാതെ മേലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. നീരജെ, ഇത് പണിയാകും. പ്രണയം ചൂട് പിടിക്കുക.
ഒരു കണ്ണ് രണ്ടിൻ്റെയും മേലെ വേണം. എൻ്റെ കൊച്ചു ചെറുതാ, ചെക്കനെയാ പേടി. ഒന്ന് പോ അമ്മച്ചി, അവന് കാര്യങ്ങൾ അറിയാം. ഹാ, അവന് എല്ലാം നല്ല വൃത്തിക്ക് അറിയാം. അതാണ് പ്രശ്നം. ആരോ തോളിൽ തട്ടിയതും ഡെന്നി കണ്ണുകൾ തുറക്കാതെ ആ കയ്യെ തട്ടി മാറ്റി പില്ലോയിൽ മുഖം അമർത്തി. അരുണ പ്ലീസ്, എനിക്ക് ഇത്തിരി സമാധാനം വേണം ഇച്ചായ. അവൻ ഞെട്ടലോടെ മലർന്നു കിടന്നു. ആനയായിരുന്നോ? ഞാൻ വന്നപ്പോൾ കൊച്ചു നല്ല ഉറക്കായിരുന്നു. എന്തേ വിളിക്കാഞ്ഞേ? കുഞ്ഞു വാവയെ പോലെ ഉറങ്ങുവല്ലേ, വിളിക്കാൻ തോന്നിയില്ല. ഒരു ഉമ്മ തന്നതും ചിണുങ്ങലോടെ തിരിഞ്ഞു കിടന്നു. പിന്നെ ഞാനിങ്ങ് പോന്നു. എന്തു പറ്റി? ബോഡി പെയിൻ ഉണ്ടോ? അതാണോ ദേഷ്യപ്പെടുന്നേ? വാ പൊന്ന അനി. നിന്റെ ഹരിയേട്ടൻ എന്തു പറഞ്ഞു? അവന് ഈ അളിയനെ ഇഷ്ടായോ? ഇഷ്ടായി. ഇച്ചായൻ്റെ ശബ്ദം എന്തോ പോലെ. അവൾ നെറ്റിയിൽ വിരൽ വെച്ചു. എന്താണ് പൊന്ന, എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. ഉയർന്നു വന്ന് അവളുടെ ഇരുപുരിക കൊടികൾക്കുമിടയിൽ ചുണ്ടമർത്തി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചു സങ്കടപ്പെടുവോ? ഇച്ചായ, എന്താ? എന്തേലും പറ്റിയോ? പിടപ്പോടെ ചാടി എഴുന്നേറ്റു. പേടിക്കേണ്ട പൊന്ന, അതൊന്നുമല്ല. ഇച്ചായൻ ഓക്കെയാ. അവൾ സംശയത്തോടെ ഇരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങി. എന്നെ വിട്ട് പോവോ ഇച്ചാ? പെട്ടെന്ന് വിങ്ങലോടെ നിഷയുടെ ചോദ്യമെത്തി. ഡെന്നി അവളെ കെട്ടിപ്പിടിച്ചു. അവനും വേദനിക്കുന്നുണ്ട്.